ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ ആത്മാവും ജീവനുമാണ് എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ ഈ ജീവനുള്ള വാക്കുകളെ നാം എപ്രകാരമാണ് സ്വീകരിക്കുന്നത്? നമ്മൾ അതിന് വില കൊടുക്കാറുണ്ടോ? കാര്യമായി നാം പരിഗണിക്കാറുണ്ടോ? എന്നാൽ സങ്കീർത്തകനായ ദാവീദ് ഇപ്രകാരം പറയുന്നു: ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലയേറിയതാണ് കർത്താവിൻ്റെ ഓരോ വചനവുമെന്ന്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തെ ഒരു നിധി പോലെ കണ്ട് ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുന്നവരായി മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇതാണ് യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അങ്ങയുടെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു എന്നാണ്. അങ്ങയുടെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു എന്ന്. വീണ്ടും നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിനും. നമ്മൾ കർത്താവിൻ്റെ വചനം ഹൃദയത്തിലും മനസ്സിലുമാണ് സൂക്ഷിക്കേണ്ടത്, അല്ലാതെ നമ്മൾ ബുദ്ധിയിലല്ല. അങ്ങനെ ആരെല്ലാം കർത്താവിൻ്റെ വചനം ഹൃദയത്തിലും മനസ്സിലും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നവരും 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നവരായി അവർ മാറും. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, വലിയ ഭാഗ്യം ചെയ്തവരാണ്. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്: ആരെന്നിലും ഞാൻ അവരിലും ജീവിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ വില കൂടിയതായി കണ്ട് ഒരു നിധി പോലെ നമ്മൾ കണ്ട് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിച്ചുകൊണ്ട് ഏറെ ഫലം പുറപ്പെടുവിക്കുന്നതായി നമുക്ക് മാറാൻ പരിശ്രമിക്കാം. അതിൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.